റേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞത് ഇടിയായാലും കാറ്റായാലും മഴയായാലും വെയിലായാലും അതൊന്നും മമ്മൂക്കയുടെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്ന് തെളിയിച്ചിരിക്കുന്ന സിനിമയാണ് ടർബോ എന്ന് പറയുന്നത്. ഇപ്പോൾ ടർബോ നമുക്കറിയാം ജൂണിലേക്ക് റിലീസ് പ്രഖ്യാപിച്ച സമയത്ത് പിന്നെ മെയ് അവസാനം ഏതാണ്ട് മെയ് 23-ാം തീയതിയൊക്കെ അതിൻ്റെ ഒരു റിലീസ് തീരുമാനിക്കുന്ന സമയത്ത് പലരും ആശങ്കപ്പെട്ടു. അതായത് മഴയാണ് വരുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ് വരുന്നത്, അല്ലെങ്കിൽ കാറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും മമ്മൂക്കയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനി അറിയാവുന്ന എല്ലാവർക്കും അറിയാം, ടർബോയി ഒരു വലിയ വിജയമായി തീരുന്നതിന് ഈ മഴയും കാറ്റും വെയിലും ഒന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഏതാണ്ട് ശരിവെക്കത്തക്ക രീതിയിലാണ് നമുക്ക് ഓരോ കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ഇവിടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് ഏറ്റവും വലിയൊരു കളക്ഷൻ ആയി മാറിയിരിക്കുകയാണ് ടർബോയുടെ കളക്ഷൻ എന്ന് പറയുന്നത്. ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ. ഇപ്പോൾ പുതിയ വാർത്തകൾ പ്രകാരം സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും വലിയ, അതായത് അവിടുത്തെ ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് ഒരു പുതിയ റെക്കോർഡ് തന്നെയാണ് ടർബോ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ എവിടെ നോക്കിയാലും നമുക്കിപ്പം ഇന്നിപ്പം ശനിയാഴ്ചയായിട്ട് തന്നെ സിനിമ റിലീസ് ചെയ്തിട്ട് 2 ആഴ്ചയോടെ എടുക്കുമ്പം തന്നെ അതിൻ്റെ ഒരു തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ 75 കോടി രൂപയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അതായത് 75 ക്രോഴ്സിനെ അടുത്തോണ്ടിരിക്കുകയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ടർബോ ഒരു വലിയ വിജയമായി തരുമെന്ന്. പിന്നെ ടർബോയുടെ വിജയത്തിൽ അസൂയ പൂണ്ടിട്ടുള്ള കുറേ ആൾക്കാരുടെ ഓരോ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. കാര്യം എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് നോക്കി ആ സിനിമ എങ്ങനെയെങ്കിലും ഡീഗ്രേഡ് ചെയ്ത് ഒന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അത് നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പടം പരാജയമാണെന്നും ഇത്ര രൂപ പടത്തിന് നഷ്ടം വരുമെന്നും തിയേറ്ററിൽ പടം കാണാൻ ആളില്ലെന്നും ഒന്നാമത്തെ ദിവസത്തിനെക്കാട്ടിലും കൂടുതൽ മോശമായി 2ാമത്തെ ദിവസവും എന്നൊക്കെ ഉള്ള ഓരോരുത്തരുടെ ഒരു വെപ്രാളം, അതായത് ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ മമ്മൂക്കയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു വലിയ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പം മറ്റു ചിലർ വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് പരാജയപ്പെട്ടു പോയ ഒരു സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ ക്യാരക്ടറിൻ്റെ പേരും എടുത്തുകൊണ്ട് വന്നിട്ട്, അതായത് ദുബായ് ജോസ് എന്നും പറഞ്ഞു വന്നിട്ട് ടർബോ ജോസ് താഴെ പോയി, ഇനി ദുബായ് ജോസ്. എന്തെല്ലാം വെപ്രാളങ്ങളും എന്തെല്ലാം പരിപാടികളും ഇവിടെ നടക്കുന്നത്. കാര്യം മമ്മൂക്കയുടെ കഥാപാത്രത്തിനെയും മമ്മൂക്കയുടെ സിനിമയും എങ്ങനെങ്കിലും ഒന്ന് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി കാത്തിരിക്കുക കുറേ ആളെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ രസകരമാണ്. കാര്യം ജലോത്സവം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് തന്നെ നമ്മൾ നോക്കുമ്പം ഈ ദുബായ് ജോസ് എന്ന് പറയുന്ന അതിനകത്തൊരു അന്നും ഇന്നും ഒരു വലിയ ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം അത് അഭിനയിച്ച റിയാസ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റൊരുപാട് സിനിമയ്ക്കകത്ത് അതിലും നല്ല റോളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് അപ്പം മറ്റു പലരും അതിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്ന റോളുകൾ ചെയ്തിട്ട് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ, കാര്യം രണ്ടിൻ്റെയും പേര് ജോസ് എന്നായി പോയതുകൊണ്ട് ടർബോ ജോസും ദുബായ് ജോസും എന്നും പറഞ്ഞു വന്നിട്ട് എന്തെല്ലാം പരിപാടികളെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു വിജയത്തിനകത്ത് അസൂയാലുക്കൾക്കുണ്ടാകുന്ന ഒരു അസൂയയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ടർബോ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ 75 ക്രോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലബിലേക്ക് കയറുമ്പം എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു വിജയത്തിലേക്കായിരിക്കും. ഒരുപക്ഷെ കണ്ണൂർ സ്ക്വാഡ് ഇതുവരെ ആ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ മമ്മൂട്ടി കമ്പനിയുടെ നേടിയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡാണ്. ആ കണ്ണൂർ സ്ക്വാഡിൻ്റെ കളക്ഷനും തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിരുത്താനായിട്ടുള്ള പോക്കിലാണ് ടർബോയുടെ ഒരു എന്ന് പറഞ്ഞത്. എന്തായാലും ടർബോ ഒരു വലിയ വിജയമാവട്ടെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന കണക്ക് ഒരു 100-150 കോടി ക്ലബിലേക്ക് അത് എത്തട്ടെ. താങ്ക് യു.